ഫൈബ്രോയിഡ്സിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്. എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ട്, എന്തെങ്കിലും കുഴപ്പമാണോ, ക്യാൻസർ ആണോ, എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ശരിക്കും ഫൈബ്രോയിഡ്? അത് വേറെ ഒന്നുമില്ല, നമ്മുടെ യൂട്രസിന്റെ മസിൽ, അതായത് മയോമെട്രിയം ഇത്രയും വീർത്ത് വരുന്നതാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഫൈബ്രോയിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല. ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു 6 മന്ത്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഗ്രോത്ത് കൂടുന്നുണ്ടോ എന്നൊന്ന് നോക്കാനേ ഉള്ളൂ. ഈ ഫൈബ്രോയിഡിന്റെ കാരണം എന്താണ്? ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ തന്നെയാണ് അതിന്റെ കാരണം. ഈ ഹോർമോൺസ് ഒരുവിധം മെനോപോസൽ ഏജ് എന്ന് പറഞ്ഞാൽ അതൊരു 45 to 56 ഇയേഴ്സ് വരെയാണ്. അത് കഴിഞ്ഞാൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയും, ഈ ഫൈബ്രോയിഡിന്റെ ഗ്രോത്ത് അതേപോലെ കുറയും. ഫൈബ്രോയിഡ് എല്ലാവർക്കും ഇല്ലല്ലോ, ചിലർക്ക് മാത്രമേ ഉള്ളൂ. കൂടുതലത് ഹെഡിറ്ററിയും കൂടി ഒരു കോസാണ്. ബ്ലീഡിങ് അത്യാവശ്യം കുഴപ്പമില്ല. യൂട്രസിന്റെ ഒരു സൈസ് 12 ആഴ്ച ഗർഭത്തിന്റെ ഒരു സൈസ് ആണെങ്കിൽ ആ ഫൈബ്രോയിഡ് ഉള്ളിൽ വെച്ചാൽ യാതൊരു പ്രശ്നവും ഇല്ല. ബ്ലീഡിങ് ഒരുപാട് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊന്നും കുറയൊന്നുമില്ലെങ്കിൽ മാത്രം നമുക്ക് ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്രസ് എടുത്ത് മാറ്റാവുന്നതാണ്. അല്ല ഇനി കുട്ടികളുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ലാപ്രോസ്കോപ്പി വഴി ഈ ഫൈബ്രോയിഡ്സ് മാറ്റിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധിക്കുന്നതാണ്.